الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. اتقوا الله عباد الله. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽബറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു മധ്യ വേനൽ അവധി കഴിഞ്ഞ് 2 മാസത്തോളം നമ്മുടെ പൊന്നോമന മക്കള് നമ്മുടെ കൂടെ ചെലവഴിച്ച് പുതിയ ഒരു അധ്യയന വർഷത്തിലേക്കുള്ള മുന്നോട്ടുള്ള പുറപ്പാടിലേക്ക് നീങ്ങുവാനുള്ള സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അഥവാ നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം 2 ദിവസങ്ങൾക്ക് ശേഷം തുറക്കുമെന്നുള്ള വാർത്തയാണ് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ളത്. ഈ ഒരു സന്ദർഭത്തിൽ രക്ഷിതാക്കളായ നമ്മൾ ഓരോരുത്തരും പരലോകത്തെ പേടിക്കുന്ന, പടച്ച റബ്ബിന്റെ മുമ്പിൽ നാളെ ഒന്നുമില്ലാതെ പ്രയാസപ്പെടാതിരിക്കാൻ, നമ്മുടെ മക്കള് നാളെ പടച്ചവനെ എന്നെ ഈ രൂപത്തിൽ വഴിപിഴച്ച് ആക്കി തന്നത് എന്റെ മാതാപിതാക്കളാണെന്ന് പറയാതിരിക്കാൻ രക്ഷിതാക്കൾ എന്ന നിലക്ക് നമ്മൾ കൃത്യമായി ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് രക്ഷിതാക്കൾ എല്ലാവരും മക്കളുടെ കാര്യത്തിൽ വലിയ താല്പര്യമുള്ള ആളുകൾ തന്നെയാണ്. എത്രയോ രക്ഷിതാക്കള് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിറകിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്.
എന്റെ മകൻ എഞ്ചിനീയർ ആകണം, എന്റെ മകൾ ഫിലോസഫർ ആകണം, അല്ലെങ്കിൽ വലിയ സ്ഥാനങ്ങളും മാനങ്ങളും ഒക്കെ അലങ്കരിക്കുന്ന വലിയ ആളുകളായി മാറണം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾ ഒരു പക്ഷേ അവർ ചിന്തിക്കുന്നില്ല എന്റെ കുട്ടി ഖുർആനിന്റെ ആളാകണം, എന്റെ കുട്ടി ദീന് പഠിക്കുന്നവനാകണം, എന്റെ കുട്ടി മതബോധമുള്ളവനാകണം. ഈ ഒരു അറിവില്ലാതെ വെറും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ പോകുന്ന രക്ഷിതാക്കൾ മനസ്സിലാക്കിക്കൊള്ളുക പ്രിയപ്പെട്ടവരെ, നാളെ പരലോകം വരാനിരിക്കുന്നുണ്ട്. നാളെ റബ്ബിന്റെ വിചാരണ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. കാലങ്ങളോളം വർഷങ്ങളോളം മക്കളില്ലാതെ കാത്തിരുന്ന് പ്രയാസപ്പെട്ടുകൊണ്ട് ഇന്നും ഹോസ്പിറ്റലുകളുടെ വരാന്തകളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ആ സന്ദർഭത്തിലൂടെയാണ് പടച്ച റബ്ബ് നമുക്ക് മക്കളെ നൽകിയത്. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ആ മക്കളെ നമുക്ക് നൽകിയത്? എല്ലാ മക്കളും ഈ ഭൂലോകത്തേക്ക് ജനിച്ചു വീണത് ശുദ്ധമായ പ്രകൃതിയോട് കൂടിയിട്ടാണ്. കളങ്കമില്ലാത്ത, കാപട്യമില്ലാത്ത, വഞ്ചന എന്തെന്നറിയാത്ത, ചതി എന്തെന്നറിയാത്ത, മറ്റുള്ളവരെ എങ്ങനെയാണ് പ്രയാസപ്പെടുത്തുക എന്നൊന്നും അറിയാത്ത ശുദ്ധമായ പ്രകൃതിയോടുകൂടി പടച്ച റബ്ബ് നമ്മുടെ കരങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ നമുക്ക് നൽകിയപ്പോൾ അവരോടുള്ള ബാധ്യത നമുക്കുണ്ട്. അതിലേറ്റവും പരമപ്രധാനപ്പെട്ട ഒരു ബാധ്യതയാണ് ആ മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസം നൽകുന്നതിനേക്കാളും അപ്പുറം ദീനിയായ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ആ അറിവ് നമ്മൾ കൊടുക്കണം. കാരണം പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിന്റെ അടിയാന്മാരിൽ നിന്ന് അറിവുള്ളവർ മാത്രമേ അവനെ ഭയപ്പെടുകയുള്ളൂ. സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടുന്ന ആ അറിവ് ഏതാണ്? ഏറ്റവും പരമപ്രധാനപ്പെട്ട അറിവാണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ അറിഞ്ഞുകൊള്ളുക, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ആരാധ്യനില്ല. ഇതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ അറിവ്. ഈ അറിവ് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടെങ്കിൽ രക്ഷിതാക്കൾ എന്ന നിലക്ക് പരലോകത്ത് നമുക്ക് രക്ഷപ്പെടും. ആ രൂപത്തിലേക്ക് നീങ്ങാൻ നമുക്ക് സാധ്യമാകണം പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ ആധുനിക ലോകം എത്രയെത്ര അധാർമികമായി കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കൾക്കറിയില്ല എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം, എങ്ങനെ മറ്റുള്ളവരോട് ഇടപെടണം, ഏതൊക്കെ മേഖലകളിലൂടെയാണ് ഞാൻ കടന്നു പോകേണ്ടത്. എനിക്ക് എന്റെ വീട്ടുകാരോടുള്ള, എന്റെ ഉമ്മയോടുള്ള, ഉപ്പയോടുള്ള, എന്റെ ജ്യേഷ്ഠനോടുള്ള, എന്റെ സഹോദരിയോടുള്ള ബാധ്യതകൾ എന്തെല്ലാമാണ്, ഇതൊന്നും അറിയാത്ത ഒരു കൂട്ടം യുവാക്കളാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നമ്മുടെ മക്കള്, എത്രയോ മക്കള്, പൊന്നോമന മക്കള് ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ്. നമ്മളൊന്നും ഇതുവരെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത രൂപത്തിലേക്ക് അത്രയേറെ വഴിപിഴച്ചുപോയി. പ്രത്യേകിച്ച് വിശിഷ്യ പെൺമക്കള് നമ്മൾ അറിയാത്തത് കൊണ്ടാണ്. നമ്മുടെ മുൻപിൽ നമ്മുടെ മക്കളും ഒക്കെ ക്ലിയറാണ്, സലാം പറയുന്നുണ്ട്, തട്ടമുണ്ട്, പർദ്ദയുണ്ട്. അതിനപ്പുറം പ്രിയപ്പെട്ടവരെ ഈ ദീൻ അവർക്ക് എത്തിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ പൈശാചികമായ ചിന്തകള് അവരെ പിടികൂടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നോക്കിയേ നിങ്ങള്, പരിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറയാൻ, യാ അയ്യുഹല്ലദീന ആമനൂ, പടച്ച റബ്ബിന്റെ വിളി ഒന്ന് നോക്കൂ പ്രിയപ്പെട്ടവരെ. ഏ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാര, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ ആ കത്തിയെരിയുന്ന നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തണം. നിങ്ങളെ രക്ഷപ്പെടുത്തണം എന്നല്ല എന്താ പറഞ്ഞത്, നിങ്ങളെയും നിങ്ങളുടെ കുടുംബക്കാരെയും ആ കത്തിയെരിയുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. കാരണം എന്താണ്? അവിടെ ഇന്ധനമായി കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണ്. അവിടെ ഇന്ധനമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് ഇടുന്നത് പ്രിയപ്പെട്ടവരെ കല്ലുകളെയും മനുഷ്യരെയുമാണ്. മാത്രമല്ല, അലൈഹാ മലായികതുൻ ഇലാഉൻ ഷിദാദ്, അവിടെയുള്ള മലക്കുകളോ കഠിന ഹൃദയരായി കൊണ്ടുള്ള മലക്കുകളാണ്. മനസ്സിൽ അവർക്കൊരു സ്നേഹമോ അനുകമ്പയോ കടന്നു വരുന്നില്ല.
പടച്ച റബ്ബ് അവരുടെ പ്രത്യേകത എടുത്തു പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാ പ്രിയപ്പെട്ടവരെ? നമ്മൾ ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ്. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. പടച്ച റബ്ബ് എന്താണോ അവരോട് കൽപ്പിച്ചത് അത് കൃത്യമായി അനുഷ്ഠിച്ചു പോരുന്ന മലക്കുകളാണ് പ്രിയപ്പെട്ടവരെ നരകത്തിന്റെ കാവൽക്കാരായി പടച്ച റബ്ബ് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ ആയത്തിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോൾ പഠിപ്പിച്ചിരുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിങ്ങൾ സംസ്കാരമുള്ളവരാക്കി മാറ്റണം. അവർക്ക് നന്മ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. സാധാരണ നമ്മൾ പറയാറുണ്ട്, നീ ആ കുട്ടിയെ കണ്ടു പഠിക്കുക. അങ്ങനെയല്ല. നമുക്ക് പറയാൻ കഴിയണം, മാതാപിതാക്കളെ, ഉമ്മമാരെ, ഉപ്പമാരെ നമുക്ക് പറയാൻ കഴിയണം, പൊന്നുമോനെ ഉമ്മാനെ കണ്ട് നീ പഠിക്ക്, ഉപ്പയുടെ സംസ്കാരം നീ പഠിക്ക് എന്ന് നമുക്ക് നമ്മുടെ മക്കളോട് പറയാൻ കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മതബോധനത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടി ദുനിയാവിലൂടെയാണ്, അല്ലേ? പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പഠിപ്പിക്കാതെ, അദ്കാറുകൾ പഠിപ്പിക്കാതെ, ദുആകൾ പഠിപ്പിക്കാതെ, പ്രവാചകന്മാരെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കാതെ, പരലോകത്തെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കാതെ, പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര വലിയ ഇൽമുകൾ നമ്മൾ കൊടുത്താലും മരണത്തോടുകൂടി ആ കുട്ടിക്ക് നിലച്ചുപോയി, അല്ലേ? ആ സർട്ടിഫിക്കറ്റ് നിലച്ചുപോയി. എന്നാൽ ഈ ദീന് നമ്മൾ കൊടുക്കുകയാണെങ്കിലോ, യഥാർത്ഥമായ പരിശുദ്ധ ഖുർആനെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുത്താലോ, പ്രിയപ്പെട്ടവരെ, അത് നാളെ പരലോകത്ത് ഗുണമാണ്. അതിന് ബാധ്യതപ്പെട്ട ആളുകൾ ഇവിടെയുണ്ട്. രക്ഷിതാക്കൾ എന്ന നിലക്ക് നമുക്ക് അവരുടെ മേൽ ബാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അവരോടുള്ള ബാധ്യതയുണ്ട്. ഈ സമൂഹത്തിന് ഇവിടുത്തെ മക്കളോട് ചില ബാധ്യതകളുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഏറ്റവും ഗൗരവത്തിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പരിശുദ്ധ ഖുർആനിനെ കുറിച്ചിട്ടുള്ള ഇൽമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ടുള്ള ഇൽമാണ്. ഇത് പഠിപ്പിച്ചു കൊടുത്താൽ നമ്മുടെ മക്കളുടെ സ്വഭാവം ശരിയായി, അവരുടെ പരസ്യ ജീവിതം ശരിയായി, അവരുടെ രഹസ്യ ജീവിതം ശരിയായി. എന്തിനേറെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിച്ച് മയ്യത്തായി കിടക്കുമ്പോ ആളുകൾ നമ്മുടെ ചുറ്റും കൂടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ, നമുക്ക് വേണ്ടി നമസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോ, നമ്മുടെ പൊന്നോമന മകൻ നമുക്ക് വേണ്ടിയിട്ട് നമസ്കരിക്കുമ്പോ ആത്മാർത്ഥമായി കൊണ്ടുള്ള പ്രാർത്ഥന കടന്നു വരും. പടച്ചോനെ, എന്റെ ഉപ്പാക്ക് നീ പൊറുത്തു കൊടുക്കണമേ, എന്റെ ഉമ്മാക്ക് നീ പൊറുത്തു കൊടുക്കണമേ. നോക്കൂ നിങ്ങൾ, ആത്മാർത്ഥമായി കൊണ്ടുള്ള പ്രാർത്ഥന നമുക്ക് കിട്ടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളോട് അവർക്ക് ചികിത്സ കൊടുക്കുന്നതിനേക്കാൾ, അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നതിനേക്കാൾ, അവർക്ക് സ്നേഹം കൊടുക്കുന്നതിനേക്കാൾ എല്ലാറ്റിനും വലുത്, ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് വരേണ്ടത് പരിശുദ്ധ ഖുർആനും ദീനും പഠിപ്പിക്കുവാനുള്ള അവസരമാണ് നമ്മൾ കൊടുക്കേണ്ടത്, അല്ലേ? അപ്പൊ ആ ഒരു സന്ദർഭത്തിലേക്ക് നമ്മുടെ മക്കളെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. എന്തിനേറെ, 3 വയസ്സായ കുട്ടിക്ക് പോലും നമ്മുടെ നാട്ടിൽ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഇൽമ പഠിക്കാനുള്ള അവസരം അൽഫിത്ര പോലെയുള്ള, സ്കൂൾ ഓഫ് ഖുർആൻ പോലെയുള്ള ഒരുപാട് സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ചെറിയ പൊന്നോമന മക്കൾക്ക് പോലും. എന്തിനാ അതൊക്കെ? നമ്മുടെ മക്കള് ഭാവിയിൽ നല്ല ആളായിട്ട് മാറാൻ, നമ്മുടെ അഭാവത്തിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. പടച്ചോനെ, എന്റെ ഉപ്പച്ചിക്ക് നീ പുറത്തു കൊടുക്കണമേ, എന്റെ ഉമ്മാനോട് നീ കരുണ കാണിക്കണമേ, എന്റെ കുടുംബക്കാർക്ക് നീ ബർക്കത്ത് കൊടുക്കണേ. നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ മാത്രം പോകാൻ അതൊരിക്കലും അവർക്ക് ലഭിക്കുന്നതല്ല. ദീന് കൂടെ പഠിപ്പിക്കുക. അതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്. അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലി അലി ഫവല്ലാഹ്, അലിയേ, അല്ലാഹുവാണ് സത്യം, ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ, നീ മുഖേന ഒരാൾ നേർമാർഗ്ഗത്തിലായാൽ, നീ കാരണം ഒരാൾ നേർമാർഗത്തിലേക്ക് എത്തിപ്പെട്ടാൽ, ഖൈറുൻ ലക മിൻ ഹുമുരിൻ നഅം, ഒരു ചുവന്ന ഒട്ടകം നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ അതാണ് അലിയെ നിനക്ക് ഏറ്റവും ഉത്തമമായത്. നോക്കൂ നിങ്ങൾ, നമ്മൾ കാരണം ഒരാൾ ഹിദായത്തിലായാൽ, നമ്മുടെ മക്കൾ നമ്മൾ കാരണം എന്തായാലും ആകണം, അതിനപ്പുറം നമ്മൾ വേറൊരാളെ നമ്മൾ ആക്കിയാൽ പ്രിയപ്പെട്ടവരെ, വലിയ പ്രതിഫലമാണ് പടച്ച റബ്ബ് നമുക്ക് തരുന്നതെന്നാണ്. അതുകൊണ്ട് രക്ഷിതാക്കൾ എന്ന നിലക്ക്
നമ്മളുടെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ കാണിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അവർക്കുണ്ടായിരുന്നു കുടുംബം, മക്കൾ, ഭാര്യമാർ, അല്ലേ? അവർക്കും ഉണ്ടായിരുന്നു കൂട്ടുകുടുംബക്കാർ. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന, ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ. സക്കരിയ നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ എടുത്തു പറയുകയാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ, നിന്റെ പക്കൽ നിന്ന് ഒരു വിശിഷ്ടമായ സന്തതിയെ എനിക്ക് നീ പ്രദാനം ചെയ്യണം, എനിക്ക് നീ തരയണമേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പഠിച്ചില്ല പ്രിയപ്പെട്ടവരെ, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. പടച്ചോനെ, ഒരു സ്വാലിഹായ സന്താനത്തെ നീ എനിക്ക് താ. ലേ ഇന്നക സമീഉദ് ദുആ, നിശ്ചയമായും നീ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ റബ്ബേ. അതുകൊണ്ട് നല്ല ഒരു സന്തതിയെ എനിക്ക് നീ നൽകണമേ. രൂപത്തിലുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ രക്ഷിതാക്കളെ നമുക്ക് കഴിയണം. എന്നാൽ എത്രയോ രക്ഷിതാക്കള് ഈ മക്കളുടെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോ അവരെ എല്ലാ നിലക്കും മോശപ്പെടുത്തിക്കൊണ്ട്, നീ ഒരു കാലത്തും നന്നാകില്ല, നിനക്കൊന്നും നന്നാകാനുള്ള വകുപ്പില്ല, നീ നശിച്ചു പോകും, നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ പ്രയാസപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം, ആ പ്രാർത്ഥന എങ്ങാനും പടച്ചുറപ്പ് സ്വീകരിച്ചാൽ, ആ പടച്ചുറപ്പ് ആ പ്രാർത്ഥന സ്വീകരിച്ചാൽ കാലങ്ങളോളം നമ്മൾ നനച്ചുണ്ടാക്കിയ നമ്മുടെ മക്കൾ നമുക്ക് വെറുതെയാണ് പ്രിയപ്പെട്ടവരെ, വെറുതെയാണെന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് ഒരു സംശയം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പോരായ്മ മക്കളിൽ കണ്ടാൽ അത് ഏറ്റവും മര്യാദപൂർവ്വം നമുക്ക് തിരുത്തി കൊടുക്കാൻ കഴിയണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ഈത്തപ്പഴം വിതരണം ചെയ്യും. പൊതുമുതലാണ്. ഹസൻ റളിയല്ലാഹു അൻഹു അതിൽ നിന്ന് ഒരു കാരക്കെടുക്കുകയാണ്, അതെടുത്ത് വായിലിട്ടു. കുട്ടിയാണ് ഹസൻ റളിയല്ലാഹു അൻഹു, ചെറിയ കുട്ടിയാണ്. അല്ലാണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അതൊരു ചെറിയ കുട്ടിയല്ലേ, ചെയ്തോട്ടെ, നമുക്ക് അതൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം എന്നല്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരലിടുന്നു, ആ കുട്ടിയുടെ വായിലേക്ക് വിരലിടുകയാണ്. എന്നിട്ട് അതിനെ ഒഴിവാക്കാൻ പറയാണ്, മോനെ, നിനക്കറിയില്ലേ ഇത് നമുക്ക് കഴിക്കാൻ പാടില്ല എന്ന് നല്ല രൂപത്തിൽ തിരുത്തി കൊടുക്കുകയാണ്. ഈ ഒരു പ്രകൃതമാണ് പ്രിയപ്പെട്ടവരെ, രക്ഷിതാക്കളെ നമുക്ക് നമ്മുടെ മക്കളോട് വേണ്ടത്. അതിനപ്പുറം ഈ രൂപത്തിലുള്ള പ്രാർത്ഥന. ഇബാദുർ റഹ്മാൻ, പരമകാരുണ്യകന്റെ അടിമകളുടെ ഒരുപാട് ഗുണങ്ങൾ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞു, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുൽ ജാഇലൂന ഖാലൂ സലാമാ. അവിടുന്നാണ് പ്രിയപ്പെട്ടവരെ ആ വിഷയം ഇങ്ങനെ തുടങ്ങുന്നത്. എന്നിട്ട് അതിന്റെ ഇടയിൽ പടച്ചുറപ്പ് അവരുടെ പ്രാർത്ഥന പഠിപ്പിച്ചു. വല്ലദീന യഖൂലൂന, അവർ പ്രാർത്ഥിക്കും, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അതിന്റെ ഇടയിൽ അവരുടെ പ്രാർത്ഥന എന്താണ്? പടച്ചോനെ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണമേ അല്ലാഹ്. ഞങ്ങളെ ഭയഭക്തന്മാർക്ക് മാതൃകയുള്ളവരാക്കി നീ മാറ്റണമേ അല്ലാഹ്. ഈ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? നമ്മൾ ആരെങ്കിലും ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി നമുക്കത് തുടങ്ങാൻ സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ മാത്രം മതിയോ പ്രിയപ്പെട്ടവരെ? അല്ല, ആ പ്രാർത്ഥനക്കനുസൃതമായി കൊണ്ടുള്ള സൗകര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ മേലുള്ള വലിയ ബാധ്യതയാണ്. ഇപ്പൊ നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന സ്ഥാപനം നമുക്കൊക്കെ അറിയാം, മക്കൾക്ക് മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഒരുപോലെ കൊടുക്കുന്ന സ്ഥാപനം. അല്ലെങ്കിൽ ആലോചിച്ചാണ് ഒരു രക്ഷിതാവിന്റെ മനസ്സിൽ വരുന്ന ചിന്ത എന്താണെന്നറിയോ? ഇപ്പോഴത്തെ അധിക രക്ഷിതാക്കളുടെ മനസ്സിൽ വരുന്ന ചിന്ത, രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻ്റെ കുട്ടി സ്കൂൾ പഠിക്കട്ടെ, അവരൊരു മണിക്കൂർ അരമണിക്കൂറൊക്കെ ദീന് പഠിച്ചാൽ മതി, അതൊക്കെ തന്നെ ധാരാളമാണ് എന്ന് കാണുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിച്ച്
എൻ്റെ കുട്ടിക്ക് ദീനും കിട്ടണം, അതേപോലെ ഭൗതിക വിദ്യാഭ്യാസം കിട്ടണം എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ കീഴിൽ നമുക്കൊക്കെ അറിയാം, ബനാത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന പ്രത്യേകമായ സ്ഥാപനമാണ്. ഭൗതിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും നമ്മൾ ഒരുമിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഇനി അതിലേക്ക് 6 അഡ്മിഷൻ കൂടിയിട്ടുള്ള ഒരു ഒഴിവ് ഉണ്ട് എന്നുള്ളതിന്റെ പ്രവർത്തകർ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അത് അറിയിച്ചു കൊടുക്കുക. ആ ഒരു അഡ്മിഷൻ നമ്മൾ നേടിയെടുത്താൽ നമുക്ക് നാളെ പരലോകത്തേക്ക് അത് വലിയൊരു മുതൽക്കൂട്ടായിട്ട് മാറും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊന്ന് ആലോചിച്ചോക്കാൻ, നമ്മുടെ പൊന്നോമന മക്കൾ ഇവിടൊക്കെ ഹിഫ്ള് പഠിക്കുന്ന എത്രയോ മക്കളുണ്ട്. ആ കുട്ടികളൊക്കെ ഹിഫ്ള് പഠിച്ച് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കി അവരുടെ ജീവിതത്തിൽ അവർ മാറ്റം സംഭവിച്ച് അവർ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ ഒക്കെ ഒരു പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ ആളുകൾക്ക് പടച്ചറപ്പ് കൊടുക്കുന്നത്. ആലോചിച്ചോക്കാൻ എത്ര വലിയ പ്രതിഫലമാണ്. പരിശുദ്ധ ഖുർആനിലെ ഒരു ഹറഫിന് പടച്ചറപ്പ് നൽകുന്ന പ്രതിഫലം 10 ഇരട്ടി. അലിഫ് ലാം മീം 3 അക്ഷരം നമ്മൾ പാരായണം ചെയ്യുമ്പോൾ 30 ഇരട്ടി പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്കൂളൊക്കെ തുറക്കുന്ന സമയമാണ്. ഒരുപാട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ നമ്മുടെ മക്കളെ നമ്മൾ ചേർത്തിയിട്ടുണ്ടാകും. എന്നാലും നമ്മുടെ മക്കളുടെ ദീനിയായ വിദ്യാഭ്യാസത്തിന് വേണ്ടി എത്ര മണിക്കൂറാണ് എൻ്റെ കുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തത് എന്ന് ചിന്തിക്കേണ്ടതും തീരുമാനിക്കേണ്ടതും നമ്മളാണ്, രക്ഷിതാക്കളാണ്. നാളെ പരലോകത്ത് നമ്മുടെ മക്കൾ നമുക്കെതിരാകാതിരിക്കാൻ, അല്ലേ? നാളെ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ചില സ്വർണത്തിന്റെ വസ്ത്രങ്ങൾ കൊണ്ടും കിരീടം കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മാതാപിതാക്കൾ അനുമോദിക്കുന്ന രംഗം പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിരുന്നുണ്ട്. പടച്ചോനെ, ഇതെന്താ ഞങ്ങൾക്ക് ഇങ്ങനെ? നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ച ആളുകൾ, ദീന് പഠിപ്പിച്ച ആളുകൾ, അവരുടെ ദറജ നാളെ പരലോകത്ത് വലുതാണ് എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കണം. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന മദ്രസ ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച മുതൽ നമ്മൾ തുറക്കാൻ പോവുകയാണ്. അതിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ആരെങ്കിലും നമ്മുടെ മക്കൾ ഉണ്ടെങ്കിൽ വളരെ വ്യവസ്ഥാപിതമായി അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ കൃത്യമായി തനതായ രൂപത്തിൽ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലേക്ക് നമ്മുടെ മക്കളെ, ആ മദ്രസയിലേക്കുള്ള അഡ്മിഷൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടി നമ്മൾ പ്രത്യേകമായി കൊണ്ട് മനസ്സിലാക്കുക. അതിൻ്റെ ഒക്കെ അർത്ഥം മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കണ്ടെന്നല്ല, കൊടുക്കണം, അറിയണം നമ്മുടെ മക്കൾ കാര്യങ്ങളെല്ലാം. പക്ഷേ ഈ ദീനിന്റെ എല്ലാ മേഖലകളും വിട്ടിട്ട് കുട്ടിക്ക് നിസ്കാരമില്ല, പ്രാർത്ഥനയില്ല, ദിക്റുമില്ല, സ്വലാത്തുമില്ല, വെറും മൊബൈൽ ഫോണും ഗെയിം കളിയും മറ്റുള്ള ചിന്തകളും ലഹരികളും ഈ രൂപത്തിൽ മാത്രം അങ്ങനെ നീങ്ങിപ്പോകുന്ന, നമ്മളെ കാണുമ്പോൾ മാത്രം ഒരു സലാം പറച്ചിൽ, ആ രൂപത്തിലുള്ള മക്കളാണോ നമ്മുടെ മക്കളെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ മക്കളെ കൊണ്ട് ഈ ദുനിയാവിലും നാളെ പരലോകത്തിൽ നമുക്കൊരു ഉപകാരമില്ല. നേരെ മറിച്ച് നമ്മെ കണ്ടാൽ ആദരിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മളോട് നമ്മുടെ വിശേഷങ്ങൾ ചോദിച്ചറിയുന്ന, കൃത്യമായ സമയത്ത് നമസ്കരിക്കുന്ന, കൃത്യമായ സമയത്ത് അതിന്റെ ദീനിയായ ചിട്ടയോടുകൂടി ജീവിക്കുന്ന ഒരു പൊന്നോമന മകളുണ്ടെങ്കിൽ, ഒരു മകനുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, കാലങ്ങളോളം നമുക്ക് സന്തോഷിക്കാൻ അത് മതി. പടച്ചറപ്പിന്റെ മുമ്പിൽ നമ്മൾ നാളെ കുറ്റക്കാരാവൂല. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ നമ്മൾ പ്രത്യേകമായ ശ്രദ്ധ നമ്മൾ കാണിക്കുക. ദീനിയായ വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഊന്നൽ നമ്മൾ കൊടുക്കുക. അത് മാത്രമാണ് നാളെ പരലോകത്ത് നമുക്ക് ലഭിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ നമ്മുടെ മക്കളെ വളർത്തുന്ന യഥാർത്ഥ രക്ഷിതാക്കളുടെ കൂട്ടത്തിൽ പടച്ചറപ്പ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. أقول قولي هذا أستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഏറ്റവും ആദരവ് നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ,
ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് അവരെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല അടിമകളായി റബ്ബിന് ഇഷ്ടപ്പെട്ട ആളുകളായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ നമ്മുടെ പരലോകത്തേക്കുള്ള വലിയ ഒരു സമ്പാദ്യമാണ്. ആ ഒരു വിഷയം നമ്മൾ ആരും മറക്കാൻ പാടില്ല. സാധാരണ നമ്മൾ സാമ്പത്തികമായി എന്ത് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ മക്കൾ നാളെ പരലോകത്തേക്കുള്ള വലിയ ഒരു സമ്പാദ്യമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയട്ടോ, പ്രിയപ്പെട്ടവരെ, ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ. ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ എല്ലാ കാര്യങ്ങളും മുറിഞ്ഞു പോകും, 3 കാര്യങ്ങൾ ഒഴികെ. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ എല്ലാ കർമ്മങ്ങളും മുറിഞ്ഞു പോകും, ഇല്ലാ മിൻ സലാസ, 3 കാര്യങ്ങൾ ഒഴികെ. ഏതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ? ഇല്ലാ മിൻ സ്വദഖത്തിൻ ജാരിയ, നിലനിൽക്കുന്നതായി കൊണ്ടുള്ള സ്വദഖ. നിലനിൽക്കുന്നതായി കൊണ്ടുള്ള സ്വദഖ എന്താണ് പ്രിയപ്പെട്ടവരെ? അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ നമ്മള് പള്ളിക്ക് വേണ്ടി നമ്മളൊരു കാർപ്പറ്റ് കൊടുത്തു, ഒരു മുസ്ഹഫ് കൊടുത്തു, അല്ലെങ്കിൽ ഒരു വെള്ളം കുടിക്കാനുള്ള സൗകര്യം നമ്മൾ കൊടുത്തു. ആരൊക്കെ വെള്ളം കുടിക്കുന്നുണ്ടോ, ആരൊക്കെ അവിടെ വന്ന് നമസ്കരിക്കുന്നുണ്ടോ, ആരൊക്കെ ആ പരിശുദ്ധ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുന്നുണ്ടോ, അത് ചെയ്യുന്ന കാലത്തോളം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു അമല് പോലും, ഒരു പ്രതിഫലം പോലും കുറക്കാതെ പടച്ച റബ്ബ് നമ്മൾ മരിച്ചാലും നമ്മുടെ അക്കൗണ്ടിലേക്ക് അതിന്റെ പ്രതിഫലം ഇങ്ങനെ എത്തുന്നു. സുബ്ഹാനല്ലാഹ്. പടച്ച റബ്ബിന് നമ്മളോടുള്ള കാരുണ്യത്തിന്റെ വിശാലത ഒന്ന് ആലോചിക്കാൻ പ്രിയപ്പെട്ടവരെ. നമ്മൾ മരിച്ചാലും നമുക്കത് കിട്ടുകയാണ്. ആ ഒരു വലിയ ഭാഗ്യം അത് നമുക്ക് നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതാണ് ഏറ്റവും വലിയ ഒരു ഗുണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതാണ് 1ാമത്തെ കാര്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. രണ്ടാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇൽമിയും തഫൗബി, ഉപകാരപ്രദമായി കൊണ്ടുള്ള അറിവ്. നമ്മൾ നമ്മുടെ മക്കൾക്കോ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ നമ്മൾ ഒരു ഇൽമു പറഞ്ഞു കൊടുത്തു. ആ ഇൽമിന്റെ പ്രാധാന്യത്തെ അയാൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കി ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ പ്രിയപ്പെട്ടവരെ, അതിന്റെ പ്രതിഫലം പടച്ച റബ്ബ് നമുക്ക് എന്നും നമ്മുടെ ഖബറിലേക്ക് അതിങ്ങനെ ഇട്ടുതരുന്നു. 3ാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഔവലദിൻ സ്വാലിഹിൻ യദൂലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല ഒരു സന്താനം, നല്ല ഒരു മകൻ, നല്ല ഒരു മകള്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല ഒരു മകനും നല്ലൊരു മകളും. നമ്മളൊന്ന് ആലോചിച്ചോക്കണേ. നമ്മൾ ഓരോരുത്തരും ഒരു സന്ദർഭത്തിൽ ചിന്തിക്കുക, പഠിച്ചോനെ, ഞാൻ എന്റെ മക്കളൊക്കെ ഒരുപാട് നല്ല രൂപത്തിൽ എന്നെ കൊണ്ട് കഴിവിന്റെ പരമാവധി ഞാൻ നന്നായി വളർത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ഭക്ഷണവും നല്ല സൗകര്യവും പറ്റണമായി ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്റെ കുട്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാം. നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ. ഈ നല്ല രൂപത്തിൽ നല്ല ദീനും നല്ല വിദ്യാഭ്യാസവും മതബോധവും കൊടുത്താൽ, മോനെ, ആര് കാണുന്നില്ലെങ്കിലും എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ റബ്ബ് സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട് എന്നുള്ള ബോധം നമ്മുടെ മക്കൾക്ക് കൊടുത്തിട്ട് ആ മക്കളെ വളർത്തിയെടുത്താൽ ആ മക്കൾ നിർബന്ധമായും വല്ലാഹി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും പ്രിയപ്പെട്ടവരെ. അപ്പൊ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നില്ലേ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, അല്ലേ? പടച്ചോനെ, എൻ്റെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണമേ, എന്റെ ഉപ്പയുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണമേ, അവരുടെ പാപങ്ങൾ നീ പൊറുത്തു കൊടുക്കേണ്ടത് പടച്ചോനെ നീയാണ്, അതുകൊണ്ട് നീ അത് ചെയ്യണമേ എന്ന് നല്ല ഒരു മകൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബ് അത് എന്നും നമുക്ക് ആ രൂപത്തിലുള്ള പ്രതിഫലം പടച്ച റബ്ബ് നമുക്ക് നൽകും. അങ്ങനെ ഒരു മകനെ, ഒരു വലതും സ്വാലിഹ്, നല്ല ഒരു സന്താനത്തെ ഉണ്ടാക്കിയെടുക്കുവാനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ദുനിയാവിലൂടെ നമ്മൾ പരിശ്രമിക്കേണ്ടത്. അത് നമുക്ക് ആരോഗ്യമുള്ള സമയത്തെ കഴിയുള്ളൂ. നമുക്ക് ആരോഗ്യമുള്ള സമയത്താണ് സാധിക്കുള്ളൂ. ആരോഗ്യമുള്ള സമയത്ത് നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങളൊന്നും കൊടുക്കാതെ എന്തൊക്കെ നമ്മൾ ആ ഒരു ലെവലിൽ നമ്മൾ ജീവിച്ച് അവസാനം ഒന്നിനും വയ്യാതെ നമ്മളിങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, പക്ഷെ എൻ്റെ കുട്ടിക്ക് ഞാൻ ഒന്നും കൂടി ദീനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലേ, അല്ലേ,
ഞാൻ ആ മരിക്കണ സമയത്തെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ഇമാമ് നിൽക്കാൻ വേണ്ടി കഴിയുമായിരുന്നു, ആ പ്രാർത്ഥനയൊക്കെ ഒന്ന് പഠിപ്പിക്കായിരുന്നു, ഒരു മണിക്കൂറെങ്കിലും പ്രത്യേകം ഉസ്താദിനൊക്കെ ഒന്ന് വിളിച്ചൊന്ന് ഖുർആനൊക്കെ ഒന്ന് പഠിപ്പിക്കായിരുന്നു. അന്ന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ ഇപ്പൊ ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് വിദ്യാലയങ്ങൾ തുറക്കുമ്പോൾ ഓരോ രക്ഷിതാക്കളും ആത്മാർത്ഥമായിക്കൊണ്ട് ചിന്തിക്കുക, എന്റെ മകൻക്ക് ഞാൻ ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഒരു സീറ്റ് ഉറപ്പിച്ചതുപോലെ എന്റെ കുട്ടിക്ക് നാളെ സ്വർഗത്തിൽ ഒരു സീറ്റ് കൊടുക്കുക. എന്റെ കുട്ടിക്ക് ദീനിന്റെ മേഖലയാണ് പഠിച്ചോളെ ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളത്. നമ്മൾ കാര്യമായി കൊണ്ട് ചിന്തിക്കുക. അത് വലിയ ഒരു അമാനത്തായിക്കൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ രക്ഷിതാക്കളെ നമ്മൾ എടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ആ രൂപത്തിൽ മക്കളെ ഏറ്റവും നല്ല രൂപത്തിൽ വളർത്തിയെടുക്കുവാൻ പഠിച്ച റബ്ബ് നമുക്ക് തൗഫീഖും ആരോഗ്യവും സാമ്പത്തികവും പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു സഹോദരൻ തലക്ക് ട്യൂമർ ബാധിച്ചുകൊണ്ട് നാളെ ഒരു വലിയ ഓപ്പറേഷന് വേണ്ടി വിധേയമാവുകയാണ്. ആ സഹോദരൻ നമ്മളോട് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പൂർണ്ണമായ ശിഫ നൽകി പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പഠിച്ച റബ്ബ് അദ്ദേഹത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ കളക്ഷൻ നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയമുണ്ടല്ലോ, എന്നും നിലനിൽക്കുന്നതായിക്കൊണ്ടുള്ള സ്വതക്ക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമ്പത്തിൽ നിന്ന് നല്ല ഒരു സംഖ്യ ഈ പള്ളിയുടെ നിർമ്മാണത്തിനും ഇവിടുത്തെ ചെലവുകൾക്കും ഒക്കെ വേണ്ടി നമുക്കത് ആ വിഷയങ്ങൾ കൂടുതൽ പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കുന്ന സ്വതക്കകൾ കൊണ്ട് മാത്രമാണ്. അല്ലെ, സാധാരണ ആളുകൾ പറയാറുണ്ട്, എല്ലാ കൂലി അറബികൾ കൊണ്ടുപോയി, പള്ളി കയറ്റിയത് കൂലി, പള്ളിക്ക് വേണ്ടിയുള്ള ബാക്കിയുള്ള ചെലവ് നടത്തുന്നത് പോലെ നമ്മളതിങ്ങനെ ഒരു ഡ്രൈവിംഗ് മാറി നമ്മളിങ്ങനെ കൊണ്ടുപോവുക. അത് പോലെ പറയപ്പെട്ടവരെ, നമ്മുടെ വകയായി അള്ളാന്റെ പള്ളിക്ക് വേണ്ടി നമ്മൾ ചെലവഴിച്ചാൽ പടച്ച റബ്ബിന്റെ പ്രതിഫലം നാളെ പരലോകത്ത് നമുക്ക് ലഭിക്കും. ഇത്രയേറെ വിശാലമായിട്ട് പറയാനുള്ള കാരണം അത്രയേറെ സാമ്പത്തിക പ്രയാസം നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ കൂടിയിരുന്ന ആളുകളൊക്കെ എത്രയാണോ നമ്മളെ കൊണ്ട് കഴിവിന്റെ പരമാവധി ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അത്രയേറെയുള്ള ഒരു സാമ്പത്തികമായ സഹകരണം നിങ്ങളുടെ എല്ലാവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകണം. അത് നമ്മൾ കൊടുക്കുമ്പോൾ പടച്ചറപ്പ് നമ്മുടെ സമ്പത്തിന് അഭിവൃദ്ധിയെ തരുള്ളൂ. ഒരിക്കലും നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ സമ്പത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കുറവ് വരുത്തില്ല. പ്രിയപ്പെട്ടവരെ, മരിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ പോലും ധനാഢ്യനായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ, അവന്റെ മക്കളോ അവന്റെ കുടുംബക്കാരോ പറയുന്നില്ല, ഉപ്പ അത്രയേറെ പ്രയാസപ്പെട്ട് രാവും പകലും വെയിലും മഴയൊക്കെ കൊണ്ടുണ്ടാക്കിയ സമ്പത്താണ്, കുറച്ച് പൈസ പടം മയ്യത്തിന്റെ കൂടെ അരികിൽ കൊണ്ടുപോയി വെക്കുന്ന ലോകത്ത് ഒരാളും പറഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ചെയ്യേണ്ടുന്ന സന്ദർഭം റബ്ബ് ഇങ്ങനെ തരുമ്പോ ആത്മാർത്ഥമായി കൊണ്ട് അതിലേക്കുള്ള നല്ല ഒരു സാമ്പത്തികമായി കൊണ്ടുള്ള സഹകരണം എന്റെ സഹോദരന്മാരുടെ ഭാഗത്ത് നിന്ന് ഇന്നത്തെ കളക്ഷന് വേണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി പ്രത്യേകമായി ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിവൃദ്ധി പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തികമായി കൊണ്ടുള്ള എല്ലാ സോഴ്സുകളും ഏറ്റവും നല്ല രൂപത്തിൽ തുറന്നിട്ട് തരുന്ന നല്ല ഒരു അവസ്ഥ പടച്ചുറപ്പ് നമുക്ക് ഉണ്ടാക്കി തരുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ കർമ്മങ്ങൾ നീ ഇഖ്ലാസോടുകൂടി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകണേ നാഥ. പടച്ചോനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികൾ മാരാരോഗങ്ങൾ കൊണ്ട് കഴിയുന്നുണ്ട്. പടച്ചോനെ, ശാരീരികമായി എല്ലാവിധ ബർക്കത്തും അവർക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ അയൽവാസികൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങൾക്ക് ഇൽമു പറഞ്ഞു തന്ന ഞങ്ങളുടെ ഗുരുനാഥന്മാർ അല്ലാഹുവേ ഖബറിടത്തിലാണ്. പടച്ചോനെ, ഖബറിടം നീ വിശാലമാക്കി കൊടുക്കുമാറാകണേ. ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും പടച്ചോനെ നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്ത് നീ അനുഗ്രഹിക്കുമാറാകണേ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കുമാറാകണേ. അല്ലാഹുവേ, ഈ സ്ഥാപനത്തിന് വേണ്ടി പല രൂപത്തിൽ ശാരീരികമായും സാമ്പത്തികമായും വളരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ എല്ലാം ഞങ്ങളുടെ ഇഖ്ലാസോടുകൂടി സ്വീകരിക്കുമാറാകണേ. അവരുടെ നിന്നുള്ള പ്രവർത്തനങ്ങളെല്ലാം നീ പരിപൂർണമായി നീ സ്വീകരിക്കുമാറാകണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്.
اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.